ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ആയി കഴിഞ്ഞാൽ വേദക്കൊണ്ട് പണിയുണ്ടോ, മാവിൻ്റെ ചുവട്ടിലേക്ക് ഓടിപ്പോവും. എന്നിട്ട് വേണ്ട ഒരു ഇല എടുത്തിട്ട് ആ ഇല കൊണ്ടാണ് കേട്ടോ അവൾ മാങ്ങ എടുക്കുന്നത്. അവളുടെ കയ്യിൽ അതിൽ മാങ്ങൻ്റെ അതിൻ്റെ മുകളിലുള്ള പശ ആവാതെ എടുക്കണമെന്ന് ഞാൻ ഒരു ദിവസം അവളോട് പറഞ്ഞു. പക്ഷെ അവൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടോ അവൾ എടുക്കുന്നത്. പിന്നെ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അവൾ കോലൊക്കെ വെച്ച് തട്ടി എന്തെങ്കിലും പ്രാണി ഉണ്ടോ എന്നൊക്കെ നോക്കി സ്ഥലം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് വേദൻ്റെ ബ്രഷാണ് കേട്ടോ, അടിപൊളിയല്ലേ. അവളുടെ പാപ്പ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ടാണ്, ഒരു വൈബ്രേഷൻ ബ്രഷാണ് കേട്ടോ, അത് വെച്ചിട്ടൊക്കെയാണ് പല്ല് തേക്കുക. അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ ഒരു ഇഷ്ടത്തോടെ പല്ലൊക്കെ തേക്കും. പല്ലൊക്കെ പിന്നെ അവൾ സ്വന്തമായിട്ട് തേക്കും കേട്ടോ. നമ്മൾ അവളിനെ ചില ദിവസങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാത്ത ദിവസമൊക്കെ അപ്പോൾ അവൾ പറിച്ച മാങ്ങനെയൊക്കെ നല്ല തോല് കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തോല് കളഞ്ഞ് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു ശർക്കര വെള്ളത്തിലിട്ട് വയ്ക്കണം. കാരണം അതിൽ ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. ആ വേകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് തേങ്ങയിൽ ഒന്നും ചേർക്കണ്ട കേട്ടോ. 2 കരിവേപ്പിലിൻ്റെ ഇല വേണമെങ്കിൽ ചേർത്താൽ, ജീരകം, ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട. അതൊന്നും ചേർക്കാതെ നമ്മളത് വേകുന്ന സമയത്ത് അരച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കുന്ന ഭാഗം നമുക്ക് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൽ വറവിട്ട് കഴിഞ്ഞിട്ട് വറവ് പറഞ്ഞു കഴിഞ്ഞാൽ വറമുളകും കടുകും മാത്രം ഇട്ടാൽ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പറായിട്ട് ആർക്കും എളുപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ.